പപ്പ ആ ഞാനൊന്ന് പുറത്തു വരെ പോവാണേ. എന്തെങ്കിലും മേടിക്കാനുണ്ടായിരുന്നോ? ഫാക്ടം ബോസിന്റെ രണ്ടിയാൾക്ക് വളവും കൂടെ മേടിച്ചോണ്ട് പോര്. ഓ, വാങ്ങിക്കോ പപ്പ. പിന്നെ നമ്മുടെ വടക്കേലെ ചേട്ടനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചെല്ലാൻ പറഞ്ഞായിരുന്നു. അതിനെന്താ മോനെ, നല്ല കാര്യമല്ലേ, കൊണ്ടുപോയിട്ട് വാ. അമ്മേ ഞാൻ പോവാണേ. ആ ചേട്ടായി ഞാനും ഉണ്ടേ. ആ സ്കൂളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. ചേട്ടായിന്റെ പ്രിൻസിപ്പൾ അന്വേഷിച്ചായിരുന്നു, എന്തോ ഒരു ക്യാമ്പിന്റെ കാര്യം പറയാനാ. ആ ഇതാ സെമിനാറിന്റെ കാര്യം വല്ലതുമായിരിക്കും. സാറിനോട് പറഞ്ഞേക്ക്, ഞാനങ്ങ് വന്നേക്കാം. അത് ചേട്ടായി തന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞാ മതി. ഓഹോ. ആ ദേ അവളുമാര് ഇവിടെ നിർത്തിക്കോ. ചേട്ടായി ഹായ്. എന്തേ മാറുന്നേ, ഒന്ന് മാറുന്നേ നോക്കട്ടെ. മതി നോക്കിയത്, പോയോ പോയോ പോയല്ലോടി. മതിയടി പോ. നിന്റെ ചേട്ടൻ നല്ല ചുള്ളനാണല്ലോടി, ഞാനൊന്ന് ലൈൻ അടിച്ച് നോക്കായിരുന്നു. ഒന്ന് പോയേടി, ചേട്ടായിക്ക് വേറെ ലയനുണ്ട്. പ്രേമോ. ആ മോളെ, നീ എത്തിയോടി? വീടിൻ്റെ അടുത്തുള്ള ചേട്ടനൊന്ന് ഹോസ്പിറ്റലാക്കാനുണ്ടേ. ഞാനിന്നാ പോയിട്ട് വരാട്ടോ. എടി ലിസിക്കുട്ടിയെ, കാപ്പി ആയായിരുന്നോടി? ആയി ചായ, കൈ ഒഴിക്കോ. ഇച്ചായ, ഇന്ന് പണിക്കാർ എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു. കുറച്ച് വളവിടാനുണ്ടായിരുന്നേ. സോനുവിനോട് ഞാൻ കുറച്ച് വളവും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ കൊണ്ട് വളവിട്ട് തീരുമാനിക്കും. മതി മതി, അവനെങ്ങനെ വളം മേടിക്കാനും പറമ്പിൽ പണിയെടുക്കാനും വിട്ടാൽ ശരിയാവത്തില്ല ചായ. എൻ്റെ ലിസിക്കുട്ടി, ഒരു ജോലിയും മോശമല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. അച്ചായ അങ്ങനെ പറഞ്ഞതല്ല, അവന് ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടിരിക്കുമല്ലേ. ജോലിക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ, കിട്ടുമ്പോൾ പൊക്കോട്ടെ. ആ എന്തേലും ആട്ടെ. ചേട്ടൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? ഇതിന് എത്ര ലേറ്റ് ആയേ? ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ വരാമെന്ന് ഓർത്തതാടി. പക്ഷേ എമർജൻസി ആയിട്ട് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാനുണ്ടായിരുന്നു, അതാ താമസിച്ചേ. ഇങ്ങനെ എല്ലാവർക്കും ഉപകാരം ചെയ്തുകൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കല്യാണക്കാര്യം മറക്കാതിരുന്നാൽ മതി. അതെന്നെ മോളൂസ അങ്ങനെയൊക്കെ പറയുന്നത്. ജോലിയൊക്കെ ഒന്ന് സെറ്റാവട്ടെ, കല്യാണമൊക്കെ നമുക്ക് നടത്താന്നേ. ആ ഇതൊക്കെ കണ്ടാ മതി. ചേട്ടായി, എന്തായിരുന്നു? ഫോണൊന്ന് ശരിയാക്കാനേ. ഓക്കെ, ഡിസ്പ്ലേ ആ കംപ്ലൈൻറ്റ്. ഡിസ്പ്ലേ. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ആ, ഓക്കെ. തരണം. ആ പോലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ഒരു മുട്ടായി കഴിക്കും. ഹാപ്പി ബർത്ത്ഡേ. ശരി ശരി, ഓക്കെ എന്നാ. താങ്ക് യു. ആ ഇറച്ചിക്കകത്തപ്പൊടി നെയ്യായിരുന്നല്ലോ ഈ ചായ. നല്ല കഷ്ണം നോക്കി തരണമെന്ന് അവനോട് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം നെയ്യാ. എടാ മോനെ, ആ നീ ഇതെവിടായിരുന്നു ഇത്രയും നേരം? ഫോൺ എന്തോ സ്വിച്ച് ഓഫ്. ഫോണിനെന്തോ കംപ്ലൈൻറ്റാ, ഫോൺ നന്നാക്കാൻ കൊടുത്തേക്കുവാ. ആ എ സി ഇരിക്കും, പോയി നോക്കാം. സാറേ, നമ്മുടെ നാട്ടിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഒത്തിരി കൂടുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ അതിനുവേണ്ടി ചെയ്യണ്ടേ? അതിന് തെളിവിലുണ്ടോ? തെളിവ് ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് സാർ. തെളിവില്ലാത്ത കാര്യത്തിന് പ്രയോഗിച്ചതിൻ്റെ ആവശ്യമുണ്ടോ? കുട്ടികളുടെ കാര്യം പേരൻസും അധ്യാപകരും നോക്കിക്കോളും. എന്നാലും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാ സാറേ? ഡ്രഗ് കേസിൽ തൊട്ടാൽ കൈകൊള്ളും സാറേ. പോരാത്തതിന് ഇലക്ഷനും വരുക. നമ്മൾ ഇതിലൊക്കെ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇവന് മയക്കുമരുന്നിൻ്റെ കച്ചവടമുണ്ടാ? ശരിയാ, കുറച്ച് നാളായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നു. നിക്കവിടെ, എന്താടാ പരിപാടി? നിന്റെ ബാഗ്. ഓഹോ,
അവന്റെ ഒരു ഡ്രഗ് ബിസിനസ് ഈ പരിപാടികൾ നടക്കില്ല കേട്ടോ. നിനക്കുള്ള പണി വെച്ചാ പിള്ളേരെ പഠിപ്പിക്കാൻ ചേട്ടായി ഫോൺ. ഫോൺ റെഡിയാക്കി ഉണ്ടോ? കുഴപ്പമില്ല. ഇതാ ആ ചേട്ടായി ഓക്കെ ആണേ. എത്രയായി? 500 രൂപ. അന്ന് ബർത്ത്ഡേക്ക് അന്ന് മിഠായി കൊള്ളാട്ടോ. ഓ വേണോ അത് കൂട്ടറിനോടെ? കിട്ടിയ കൊള്ളാട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതിന് നല്ല അടിപൊളിയായിട്ടും വേറൊരെണ്ണം ഉണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ആണോ? ആ ഓക്കെ. സോനു മോനെ, ആ നീ പുറത്തു പോകുമ്പോ അമ്മയ്ക്ക് പ്രഷറിനുള്ള ഗുളിക മേടിച്ചോണ്ട് വരണേ. ആ സാധനം എടുക്ക് ചേട്ടാ. വരുവാ, തിരക്ക് പിടിക്കലടാവേ. 10-15 കിലോ അടുത്ത് വരും. മുള്ളം തന്നെയാ. എന്നാലും എന്നാ പരിപാടി കാണിച്ചു? കുടുക്ക് പിടിച്ചോണ്ട് പോയല്ലേ, പറയാൻ തന്നെ കാര്യം. എടാ സോനു അല്ലടാ അത്. ഇവൻ എന്നെ എടുക്കും ഇവിടെ. ഇതിനടാ സോനു പാറപ്പുറത്തൊന്നും ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഞാനിവിടെ ഇരുന്നാ നിങ്ങൾക്ക് തന്നെ കുഴപ്പം. അല്ലടാവേ ചുമ്മാ ചോദിച്ചാ. എന്നാ ആയിക്കോട്ടെ. എന്നാ പറ്റിയതാ? ഒരു കുഴപ്പമില്ലാത്ത പയ്യൻ. പിള്ളേരല്ലേ, ജോലി കിട്ടാത്തന്നെ വല്ലതും ആയിരിക്കും. എന്താ ചെയ്യാനാ? മോനെ എണീറ്റേ, സമയം 10 മണിയായല്ലോ. കൊച്ചേ മോനെ എണീക്കടാ. ഇതെന്താ നിന്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നേ? ഒന്ന് പോതളെ, ഉറങ്ങാനും സമ്മതിക്കാലോ. എന്തിനാടി കരയുന്നേ? എന്നാ പറ്റി? എന്നാ പറ്റിയേ? അച്ചായ, നമ്മുടെ മോൻ, അവന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവൻ എന്നാ പറ്റിയ പോലും, അവന്റെ സ്വഭാവം തന്നെ മാറിപ്പോയി. ഞാൻ ചിലതൊക്കെ കേട്ടായിരുന്നു. നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മകൻ നമ്മളെ കൈവിട്ട് പോവുകൂടി. ജോളി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ കടമ്പകൾ കിടക്കാനുണ്ട്. പിന്നെ നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോനു, നിനക്ക് എന്തൊക്കെയോ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. കാലത്തിനനുസരിച്ച് കോലൊക്കെ മാറണ്ടേ? ഞാൻ കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് ചിന്തിക്കുക. എനിക്കെൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നേടണം. സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ചിട്ട് വേണം നിന്നെ കല്യാണം കഴിക്കാൻ. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് നല്ല പണം വേണ്ടേ? എന്നാ ഇത് കഴിച്ചോ. നേരമായി പോയാലോ? ചേട്ടാ, എനിക്ക് വയ്യ. വാ, നമുക്ക് ഇവിടെ എവിടെ ഇരിക്കാം. എന്താ ചായ ആലോചിച്ചിരിക്കുന്നേ? 10 കിലോയോളം ഏലക്ക മോഷണം പോയിട്ടുണ്ടടി. അത് അവൻ തന്നെ കൊണ്ടുപോയതാ. അതെയോ? അതേന്നേ, കടക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു. എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? മോനെ, നിനക്ക് എന്താ പറ്റിയത്? നീ ആ പഴയ സോനു അല്ലല്ലോ. തള്ളേ, കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പറഞ്ഞേക്കാം. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണെന്നാണ് നിങ്ങളുടെ വിചാരം? എനക്കെന്തെഴുതിയൊരു കാര്യം, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും.
എനിക്ക് 10,000 രൂപ ഇപ്പൊ കിട്ടണം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ. നിനക്ക് ദൂർത്തടിക്കാൻ ഒരു രൂപ പോലും തരില്ല. മോനെ ഒരുമാതിരി എന്തിനാ വിടാനാ പറഞ്ഞേ? പൈസ വേണമെന്ന് പറഞ്ഞാ പൈസ വേണം. വിടാൻ വിട് മോനെ. എടുക്കടാ. വിടാനാ പറഞ്ഞേ. വിടാൻ വിടടാ. എനിക്ക് ഇനി നിങ്ങളുമായിട്ട് ഇനി ഒരു ബന്ധമില്ല. ഞാൻ പോവാ. ഇച്ചായ ഇച്ചായ അവന്റെ വല്ല വിവരമുണ്ടോ? അവൻ എവിടെയാണെന്ന് അറിയില്ല. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും ഉണ്ടെന്നാ കേട്ടെ. ചേട്ടാ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാ കേട്ടെ. നീ വല്ല അറിഞ്ഞോ? എന്റെ കൂടെ പഠിക്കുന്ന അലീനയുടെ കയ്യിൽ കയറി പിടിച്ചു. ഭാഗ്യത്തിന് അവള് പരാതിക്കൊന്നും പോയില്ല. മക്കളെ കണ്ടു മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന പഴഞ്ചൊല്ല്. ചേട്ടാ ഞാൻ ഡ്രഗ്സ് കൊണ്ടുപോകത്തില്ല. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ വെച്ച് കുറെ പേര് എന്നോട് മോശമായിട്ട് പെരുമാറി. ഇനി എന്നെ നിർബന്ധിക്കരുത്. നീ മര്യാദക്ക് ഇത് കൊണ്ടക്കോ. എന്റെ മറ്റേ വീഡിയോ എന്റെ ആരും മറക്കണ്ട. സോനു ഇരിക്കടി. please. സാറേ, ഞാൻ രേണുക. എൻ്റെ ഭർത്താവ് കുറച്ച് നാൾ മുമ്പ് ആത്മഹത്യ ചെയ്തതാ. കാരണം വേറെയൊന്നുമല്ല, മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെയായിരുന്നു. അതുകൊണ്ട് ലഹരിക്കെതിരെ പോരാടാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. സാറേ, ഇതിനു വേണ്ടിയുള്ള തെളിവുകളൊക്കെ കുറേ എൻ്റെ കയ്യിലുണ്ട്. സാർ ഇതൊന്ന് കണ്ടു നോക്ക്. ഇതൊക്കെ നല്ല കാര്യമല്ലേ? നമുക്ക് നോക്കാം. ആ ലോറൻസേ, ഞങ്ങളുടെ പാർട്ടി സമ്മേളനമൊക്കെ അടുത്ത് വരികയാണല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്രാവശ്യം ഒരു 2 lakhs പ്രതീക്ഷിക്കുന്നത്. വിപുലമായിട്ടുള്ള പരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ ജോസിയേട്ടാ, ഈ കഴിഞ്ഞ മാസമാണ് അനാഥാലയംകാർ വന്ന് 1 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് പോയി. അതുപോലെ തന്നെ ഒരു സ്കൂളിൻ്റെ നവീകരണത്തിന് അവരും വന്ന് 50,000 വാങ്ങിക്കൊണ്ട് പോയി. ഈ പള്ളി, അമ്പലവും, ഉത്സവവും എല്ലാ പരിപാടി വന്നാലും ഇതിനെല്ലാം പിരിവിന് ആൾക്കാർ ഇങ്ങോട്ടാണ് ഓടി വരുന്നത്. എന്നാലും നിങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു 50 രൂപയുടെ ചെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് പിന്നീട് പരിഹരിക്കാം. എല്ലാ പാർട്ടിക്കാരെയും നോക്കണ്ടേ? ജോസേട്ടൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഈ പ്രാവശ്യം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇതുകൂടാതെ നിങ്ങൾ മറ്റു വഴികളും കൂടെ ശ്രമിക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പരിഹരിക്കാം. ആ എന്താ ജോൺസാ ഈ വഴിയൊക്കെ? ആ, ഞാൻ ഇതുവഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ. ആ, ഇലക്ഷനൊക്കെ ആയല്ലോ അല്ലേ? ആ, ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലോട്ട് ഒരു കൈ നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ എന്നാ ഉറപ്പായിട്ടും ജയിക്കും. ആ അതെ, ഞാൻ സോനുവിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു. അവൻ വഴിവഴിച്ചു പോയി. കഴിഞ്ഞ ദിവസം മൊബൈൽ ഷാജിയുടെ കടയിൽ നിന്ന് 2 ഫോൺ മോഷ്ടിച്ചിട്ടുണ്ട് അവൻ. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് മയക്കുമരുന്ന് വാങ്ങിയിട്ടുള്ളതെന്നാണ് അറിയുന്നത്. ആ പോട്രാ, സാരില്ല. സാറേ, അതെ, സാറിനറിയാവല്ലോ, എൻ്റെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് കച്ചവടം വൻതോതിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. അവരാരാണെന്ന് കണ്ടുപിടിക്കാൻ സാറ് വിചാരിച്ചാലേ നടക്കും. ജോണി, ഞാൻ വിചാരിച്ചാലൊന്നും ഈ മയക്കുമരുന്ന് കച്ചവടം നടത്താൻ പറ്റത്തില്ല. എക്സൈസിലും പോലീസിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിന്റെ കച്ചവടം വ്യാപകമായിട്ട് നടക്കുന്നു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഞാൻ പലരുടെയും പുറകെ, പക്ഷെ ആരും സഹായിക്കുന്ന പോലുമില്ല. ഇനിയിപ്പോൾ ലോറൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൂടെ കട്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പരിഹരിക്കാം. പൈസയുടെ കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എത്ര വേണേലും മുടക്കാം. ലോറൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്നാ പേടിക്കാനാ, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അതെ, നമുക്ക് ശരിയാക്കാം. അച്ഛാ, ലിസി അല്ലേ ഇത്? വണ്ടി നിർത്തിക്കേ. ലിസി എവിടെ പോയതായിരുന്നു?
ഞാൻ പാല് മേടിക്കാൻ പോയതായിരുന്നു. നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങൾ പള്ളി പോയിട്ട് വരുന്ന വഴിയാണ്. സോനു ഇവിടെ ഇല്ലേ? സോനു ഇവിടെ ഇല്ല. അതെ, കഴിഞ്ഞ ആഴ്ച എന്നോട് 2000 രൂപ സോനു മേടിച്ചായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് അവൻ്റെ കൂട്ടുകെട്ടി ശരിയല്ലെന്നും മയക്കുമരുന്ന് ഉപയോഗമുണ്ടെന്നുള്ള കാര്യവും. ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ലിസി. ബംഗളൂരുവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ കേസിൽ മലയാളി യുവതി ജോളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ പാപ്പ, അത് ജോളിയല്ലേ പാപ്പ? രഹസ്യമായി മയക്കുമരുന്ന് വിതരണം ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. മറ്റൊരു വാർത്തയിലേക്ക്, മദ്യലഹരിയിലുണ്ടായ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. സോനു ജോണി എന്ന യുവാവാണ് കേസിലെ പ്രധാന പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ സോനു ജോണി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇയാൾ ശക്തമായ ലഹരി വസ്തുക്കൾ സോനു, നീ എവിടെ? ഇവിടെ മൊത്തം പോലീസാണ് നിന്നെ അന്വേഷിക്കുന്നത്. നീ എങ്ങോട്ടേലും ഇവിടുന്ന് എസ്കേപ്പ് ആകും. ഞങ്ങൾ ഇവിടുന്ന് മാറും. അതെ, ഈ ലോറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. അതിനെ നീ അങ്ങനെ പറഞ്ഞേ? നമ്മുടെ ഇവിടെ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തിന്റെ എല്ലാം പിന്നിൽ മറ്റാരും അല്ല, ലോറൻസ് തന്നെയാ. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവനൊക്കെ കൂട്ടത്തിൽ നിന്ന് ചതിക്കുവാണ്. നമ്മുടെ സോനുമൊക്കെ അവന്റെ വലയിലായി പോയി. ഇതിന്റെയൊക്കെ സകല തെളിവുകളും നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. എല്ലാരും ഒന്ന് കാണ. പ്രദേശത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയെന്നാരോപിച്ച് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് അന്വേഷണത്തിൽ ഇയാൾ തന്റെ മൊബൈൽ ഷോപ്പ് മറവിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി ലഹരി വസ്തുക്കൾ വിൽക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തി. അതവിടെ എത്തുന്നേ. പണ്ടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ പിള്ളേരുണ്ട്, അവിടെ സമയത്ത് എത്തിക്കോളും. എന്നാ ആയിക്കോട്ടെ. ജോണിയേ, എന്നടാവേ ഏലക്ക വല്ലതും ഉണങ്ങാനുണ്ടോ? ഏലക്ക അല്ലടാ, ഒരു കാട്ടുപന്നിയെ തട്ടാൻ ഞാൻ ഇറങ്ങിയതാ. കാട്ടുപന്നിയോ? എവിടെ? എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവല്ലേ. ലോറൻസേ, നീ എന്റെ മോനെ നശിപ്പിച്ചു അല്ലേ? എന്റെ കുടുംബം നീ നശിപ്പിച്ചു അല്ലേ? ഞാനേ മുതലാളിയായതേ കപ്പയും വാഴയൊന്നും നട്ടിട്ടൊന്നുമല്ല. നല്ല ഒന്നാന്തരം മയക്കുമരുന്ന് ബിസിനസ് നടത്തിയിട്ട് തന്നെയാ ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കി. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണല്ലേ, നീ എൻ്റെ കൂടെ കൂടിക്കോ. ഞാൻ റെഡിയാ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ആളുടെ അടുത്ത് എത്തിക്കണം. ഓക്കെ ഏട്ടാ. എന്നെ പോലുള്ളവനൊന്നും ഇത് ജീവിക്കട്ടടാ.